ഇന്ന് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിരവധി ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ലോണുകളുടെ കാലമാണ്. കാരണം നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് ഓൺലൈൻ വഴി ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നമ്മളെ വെരിഫൈ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇൻകവും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ വഴി എല്ലാം പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഉടനടി വായ്പ ലഭ്യമാക്കും. ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കുമ്പോൾ ആ ആപ്ലിക്കേഷൻ ജെനുവിൻ ആണോ എന്ന് തിരക്കി നമ്മൾ വായ്പ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള പ്രശ്നവും വരികയില്ല. ഇന്ന് ഈ വീഡിയോയിൽ പ്രിഫർ എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളുമാണ്. പ്രിഫർ എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ RBI രജിസ്റ്റേർഡ് ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണോ, അതുപോലെ തന്നെ ഇതിൽ നിന്ന് വായ്പ എടുക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ വായ്പ എടുത്താൽ തിരിച്ചടയ്ക്കാം, വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, വായ്പാ തുക, പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി, അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നൽകണം തുടങ്ങിയ മുഴുവൻ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ. എന്റെ പേര് ക്ലിൻസ് രാജ്മണിവള്ളി. വെൽക്കം ടു മൈ ചാനൽ. ഈ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനായ പ്രിഫർ അവകാശപ്പെടുന്നത് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യം നൽകാതെ പൂർണ്ണമായിട്ടും ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ആയിട്ട് അർഹതപ്പെട്ടവർക്ക് 3 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്നതാണ്. എടുക്കുന്ന വായ്പയ്ക്ക് തിരിച്ചടവ് കാലാവധി 36 മാസം വരെ ലഭിക്കും. അതുപോലെ തന്നെ ഇതിന്റെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 18% മുതൽ 36% വരെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഇൻസ്റ്റന്റ് ലോണുകൾക്ക് പലിശ കൂടുതലായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇവർ അവകാശപ്പെടുന്നത് ആദ്യം 3 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 ലക്ഷം രൂപ വരെ ഈടോ ജാമ്യം നൽകാതെ ഒരു ധനകാര്യ സ്ഥാപനങ്ങളും ആദ്യമേ വായ്പ ലഭ്യമാവുകയില്ല. എന്നാൽ നമ്മൾ ആദ്യമേ നമുക്കൊരു ചെറിയ എമൗണ്ട് വായ്പ ലഭ്യമാകും നമ്മൾ എലിജിബിൾ ആണെങ്കിൽ. ആ ചെറിയ തുക നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ മാത്രമേ നമുക്ക് ഹയർ എമൗണ്ടിലേക്ക് പോകത്തുള്ളൂ. ഒരിക്കലും 3 ലക്ഷം രൂപ വരെ ആദ്യമേ ലഭ്യമാകുകയില്ല. കാര്യം മനസ്സിലാക്കണം. ഈ പ്രിഫർ എന്ന ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷന് ആക്ച്വലി ഒരു ഓൺലൈൻ ലെൻഡിംഗ് പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഒരു ഓർഗനൈസേഷൻ അല്ല, അല്ലെങ്കിൽ ഒരു NBOC അല്ല. അതുകൊണ്ട് ഇതിന് സ്വമേധയ ഒരു വായ്പ നൽകാനോ ആ വായ്പയിൽ നിന്ന് പലിശകളോ മറ്റ് ചാർജുകളോ ഈടാക്കാനുള്ള ഒരു അധികാരമില്ല. അതുകൊണ്ട് ഇത് നിയമവിധേയമല്ലേ എന്ന് ചോദിച്ചാൽ നിയമവിധേയമാണ്. കാരണം ഈ ആപ്ലിക്കേഷൻ മുഖേന മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളാണ് വായ്പ ലഭ്യമാക്കുന്നത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലൈസൻസ്ഡ് ആയിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ്. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ഇവർക്ക് വായ്പ നൽകാനും അതിൽ നിന്ന് പലിശ ഈടാക്കാനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അധികാരം നൽകിയിട്ടുണ്ട്. നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനികളായ ഹീറോ ഫിൻകോർ പ്രൈവറ്റ് ലിമിറ്റഡും NDX P2P ലിമിറ്റഡ് എന്ന 2 നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന വായ്പ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണോ അതോ ലീഗൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്. കാരണം ഇതുപോലുള്ള 2 നോൺ ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനികൾ മുഖേനയാണ് നമുക്ക് വായ്പ ലഭ്യമാക്കുന്നത്. അല്ലാതെ ഈ പ്രിഫർ എന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും നമുക്ക് വായ്പ നൽകുന്നില്ല. ഈ ആപ്ലിക്കേഷന്റെ പ്ലേ സ്റ്റോറിൽ 4.3 റേറ്റിംഗും 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും ഉണ്ട്. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലീഗൽ ആണെന്നും അതുപോലെ തന്നെ ഇത്ര റേറ്റിംഗ് ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഒരു വായ്പ എടുക്കാൻ പോകരുത് ഒരു ആപ്ലിക്കേഷനിൽ നിന്ന്. കാരണം അത് എടുത്തവരുടെ അനുഭവങ്ങൾ, വായ്പ എടുത്തവരുടെ അനുഭവങ്ങളുടെ അല്ലെങ്കിൽ റിവ്യൂസും കൂടെ വായിച്ചു നോക്കിയതിനു ശേഷമേ നമ്മൾ വായ്പ എടുക്കാൻ പോകാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആപ്ലിക്കേഷന് വലിയ പ്രോബ്ലം ഒന്നും വായ്പ എടുത്തവർക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ എടുത്ത വായ്പ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ സിബിൽ സ്കോർ കുറയും. സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു വായ്പ ലഭ്യമാവുകയില്ല. അതുപോലെ ഇവർ നമ്മളെ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കും, മെസ്സേജ് അയക്കും, നമ്മളെ ത്രട്ടൺ ചെയ്യും, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവര് അവസാനം ഇവരുടെ ഏജൻസ് നമ്മുടെ വീടുകളിൽ സന്ദർശിക്കും. പിന്നെ ഏറ്റവും അവസാനം അവർ നമുക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. അത് എല്ലാ വായ്പകൾക്കും ഇന്ന് ചെയ്യണം. ഇൻസ്റ്റന്റ് ലോണുകൾക്ക് ആ എഗ്രിമെന്റ് ഉപയോഗിച്ച് നമുക്കെതിരെ ഒരു നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എടുക്കുന്ന വായ്പകൾ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറയുന്നത്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് വായ്പ വേണ്ട എന്ന് നമ്മൾ വെച്ച്, പക്ഷെ അവരിങ്ങനെ നമ്മളെ ഫ്രീക്വന്റ് ആയിട്ട് വായ്പ എടുക്കുന്നവരെ ഫ്രീക്വന്റ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ എടുത്ത വായ്പ തിരിച്ചടച്ചു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആവുന്നില്ല. പിന്നെ കസ്റ്റമർ സപ്പോർട്ടിനെയൊക്കെ വിളിച്ച് അത് നമ്മൾ അതിന്റെ പുറകെ നടന്നാലേ അത് അപ്ഡേറ്റ് ആവുന്നുള്ളൂ. എന്നാൽ കസ്റ്റമർ സപ്പോർട്ട് അത്ര എഫിഷ്യന്റ് അല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോരായ്മകളായിട്ട് പറയുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ജെനുവിൻ ആപ്പാണ്, ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ആപ്പാണ്. ഇതിൽ നിന്ന് വായ്പ എടുത്തവര് നല്ലൊരു സിബിൽ സ്കോറും വരുമാനം ഉള്ളവർക്ക് വായ്പ ലഭിച്ചിട്ടുമുണ്ട്. വലിയ പ്രോബ്ലംസ് ഒന്നും നേരിടേണ്ടി വരുന്നില്ല കൃത്യമായിട്ട് തിരിച്ചടച്ച. ഈ വായ്പ ലഭ്യമാകാനുള്ള ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് വായ്പ എടുക്കുവാൻ. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. റേറ്റിംഗ് ഉണ്ട്. അപ്പം വായ്പ എടുക്കുവാണെങ്കിൽ സ്വന്തം റിസ്കിൽ വായ്പ എടുക്കുക. ഈ ചാനൽ ഒരിക്കലും ഒരു ലോണുകൾ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒരു റിവ്യൂ ചെയ്തു എന്ന് മാത്രം. ഈ വായ്പയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി നൽകുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.